നാം നമ്മെ തന്നെ അറിയണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 50 വരെ. ചിന്തക്കായിട്ട് 32-ാം വാക്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമുക്ക് നമ്മെപ്പറ്റി തന്നെയുള്ള ധാരണയ്ക്ക് അഥവാ രൂപകൽപ്പനയ്ക്ക് സെൽഫ് ഇമേജ് എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുള്ളത്. കണ്ണാടിയിലോ ഫോട്ടോയിലോ നമ്മുടെ പ്രതിച്ഛായ നാം കാണുന്നത് പോലെ തന്നെ നമ്മുടെ ആളത്വത്തെപ്പറ്റിയും വ്യക്തമായ ധാരണ നമുക്കുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ വിജയാപജയങ്ങൾ ഈ ധാരണയെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. തങ്ങളുടെ സ്വാത്മരൂപത്തെ ഇടിച്ചു താഴ്ത്തുന്നവരാണ് മിക്ക ആളുകളും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധ്യമല്ല. ദൈവം ഓരോരുത്തരെയും ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും നമ്മോട് തന്നെയും മറ്റുള്ളവരോടും നന്മ ചെയ്യാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഓർമ്മിക്കേണ്ടതാണ്. കഴിഞ്ഞകാല അനുഭവങ്ങൾ എത്ര തന്നെ വേദന ഉണ്ടാക്കുന്നവയായിരുന്നാൽ തന്നെയും ഓരോ വ്യക്തിയിലും അതുല്യവും ക്രിയാത്മകവുമായ എന്തെങ്കിലും നന്മ ഉണ്ടാവാതിരിക്കുകയില്ല. എത്ര തന്നെ അധസ്ഥിതരായാലും നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയാതിരിക്കുകയുമില്ല. നമ്മുടെ സ്വാത്മരൂപത്തെക്കുറിച്ചുള്ള അയഥാർത്ഥമായ രൂപകൽപ്പന മാറ്റുക എന്നതാണ് ജീവിത വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. നാം നമ്മെപ്പറ്റിയുള്ള സത്യം അറിയുന്നെങ്കിൽ അത് നമ്മെ സ്വതന്ത്രരാക്കുക തന്നെ ചെയ്യും. ജീവിത പരാജയത്തിൻ്റെയും നിരാശയുടെയും പാരതന്ത്രത്തിൻ്റെ അമർന്നിരിക്കുന്നവർ തങ്ങളുടെ സ്വാത്മരൂപത്തെ പറ്റിയുള്ള സത്യം അറിയുമെങ്കിൽ ആ സത്യം അവരെ സ്വതന്ത്രരാക്കുമെന്ന് സാരം. ബുദ്ധിശക്തിയും കർമ്മശേഷിയുമുള്ള പലരും തങ്ങളെക്കൊണ്ട് ഒന്നിനും പ്രാപ്തിയില്ലെന്ന് സ്വയം ചിന്തിക്കാറുണ്ടല്ലോ. ചിലർ തങ്ങളുടെ സൗന്ദര്യത്തെപ്പറ്റിയും സംശയമുള്ളവരായിരിക്കും. ഇങ്ങനെ സ്വന്തം വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് വിഷാദമുഖരായി കഴിയുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയരാൻ സാധിക്കുകയില്ല. ദ മാജിക് പവർ ഓഫ് സെൽഫ് ഇമേജ് സൈക്കോളജി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ഡോക്ടർ മാക്സ്വെൽ മാൽസ് തന്നെ സമീപിച്ച ഒരു യുവാവിൻ്റെ കഥ ഉദ്ധരിച്ചിട്ടുണ്ട്. 18-കാരനായ ആ ചെറുപ്പക്കാരൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു. കായികമായ ഒരു ജോലിയിലും ഏർപ്പെടാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അയാൾ കഴിഞ്ഞുകൂടി. ശരീരത്തിന് ബലമില്ലെന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. ആരോടും അയാൾക്ക് ഇടപെടാൻ ഇഷ്ടമില്ല. ഒടുവിൽ അയാൾ ഡോക്ടറെ സമീപിച്ചു. ആ യുവാവിൻ്റെ സ്വാത്മരൂപ കൽപ്പനയിൽ എന്തോ തകരാറുണ്ടെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. തൻ്റെ താടിയുടെ വൈരൂപ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയായിരുന്നു അയാളെ അലട്ടിയ പ്രശ്നം. താടി പിറകോട്ട് ചരിഞ്ഞതാണെന്നും അയാളുടെ കുടുംബത്തിൽ ആർക്കും അത്തരം താടിയില്ലെന്നും ധരിച്ചു വശമായിരുന്നു. വാസ്തവത്തിൽ ശസ്ത്രക്രിയ കൊണ്ട് നേരെയാക്കത്തക്ക വൈരൂപ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ യുവാവിന് 10 വയസ്സുള്ളപ്പോൾ അയാൾ ഉറങ്ങുകയായിരിക്കുമെന്നുള്ള ധാരണയിൽ മാതാപിതാക്കൾ കുട്ടിയുടെ താടിയെപ്പറ്റി സംസാരിച്ചത്രേ. അവരുടെ കുടുംബത്തിൽ ആർക്കും ഇതുപോലെയുള്ള താടിയില്ലെന്ന് പിതാവ് അന്ന് പറഞ്ഞത് കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞു. ഇതായിരുന്നു തൻ്റെ സ്വാത്മരൂപത്തെക്കുറിച്ച് തെറ്റായ ധാരണയുണ്ടാകാൻ കാരണമായ സംഭവം. ഏതാനും നാളുകൾ ഡോക്ടർ ആ യുവാവുമായി സംസാരിക്കുകയും തൻ്റെ ആൾത്വത്തിൻ്റെ ശരിയായ രൂപം അയാളെ ബോധ്യമാക്കുകയും ചെയ്തതോടെ അയാൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചവും കോളേജിൽ ചേർന്ന് വിദ്യാഭ്യാസം തുടരാനുള്ള ആത്മധൈര്യവും ലഭിച്ചു. ഇതുപോലെ നമ്മെപ്പറ്റിയുള്ള സത്യം നാം കണ്ടെത്തുമെങ്കിൽ അത് എല്ലാ പാരതന്ത്രങ്ങളിൽ നിന്നും നമ്മെ സ്വതന്ത്രർ ആക്കും. ഓർക്കണമേ, കഴിയുമ്പോഴൊക്കെ ചിരിക്കുക. അത് ചെലവ് ചുരുങ്ങിയ ഔഷധമാണ്. സദൃശവാക്യം 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.